നോക്കൂ, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ഇപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞതിൽ നിന്നൊക്കെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇതൊരു അത്ഭുതവുമില്ലാത്ത കാര്യമാണ്. ഇത്രയധികം പ്രചാരം തന്നത് ഒരക്ഷരം പോലും വായിക്കാതെ, ഗൂഗിൾ ചെയ്ത് നോക്കാതെ, ഈ കഴിഞ്ഞ 4.5 വർഷം എന്താണ് ഈ കാര്യത്തിൽ സംഭവിച്ചത് എന്നൊന്നും അറിയാതെ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞത് വഴി ഈ പദ്ധതിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വലിയ റീച്ചും പബ്ലിസിറ്റിയുമാണ്. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സുരേഷ് കുമാർ, ഇതാ നോക്കൂ, മുഖ്യമന്ത്രി 2021 അദ്ദേഹം ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനം, അതിനുശേഷം കിലയും പ്ലാനിംഗ് ബോർഡും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ, പ്ലാനിംഗ് ബോർഡ് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു, അതൊക്കെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കിലയിൽ ഇതുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ശില്പശാലകളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. കൈപ്പുസ്തകങ്ങൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. അതുപോലെ ഒരു കൈപ്പുസ്തകത്തിൽ, ഇതുമായി ബന്ധപ്പെട്ട കൈപ്പുസ്തകത്തിൽ മുഖ്യമന്ത്രിയാണ് അതിനകത്ത് സന്ദേശമാദ്യം കൊടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി അന്ന് പറഞ്ഞ വാചകങ്ങൾ അദ്ദേഹം ഇന്ന് പറയുന്നത് തന്നെയാണത്. ഒരു വാക്കും അദ്ദേഹം മാറ്റിപ്പറയുന്നില്ല. ആരാലും കണ്ടെത്താതെ, അതിജീവന ശേഷിയില്ലാതെ, ദാരിദ്ര്യത്തിൻ്റെ പിടിയിൽ അമർന്നൊറ്റപ്പെട്ട് കഴിയുന്ന നിരാലംബരായ അതിദരിദ്രരെ കണ്ടെത്തി പരിരക്ഷിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായി പ്രഖ്യാപിച്ചിട്ടുള്ള അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം 5 വർഷക്കാലത്തിനുള്ളിൽ സാക്ഷാത്കരിക്കേണ്ടതുണ്ട്. ആ നിലയിൽ സമയബന്ധിതമായി തീരുമാനങ്ങളും നടപ്പിൽ വരുത്തൽ പദ്ധതികളും ആവിഷ്കരിക്കേണ്ടതുണ്ട്. ഈ ദിശയിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ് അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്താനുള്ള നിർണയ പ്രക്രിയകൾ. ഈ പഠനത്തിനാവശ്യമായിട്ടുള്ള കിലയുടെ നേതൃത്വത്തിൽ പുറത്തിറങ്ങുന്ന കൈപ്പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതാണ് ആ കൈപ്പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ മുഖ്യമന്ത്രി പറയുന്നത്. അതല്ലേ നടന്നത്? ഇതിനെയൊക്കെ ഇപ്പോൾ മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കുന്ന അസൂയാലുക്കളെന്ന് വിളിക്കണോ അവരെ? ഞാൻ നേരത്തെ ഒരു വാക്ക് ഉപയോഗിച്ചത് വീണ്ടും പറയുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയാൽ തെറ്റ് പറയാനാകുമോ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ? അല്ല, ഇവിടെ ഇന്നിപ്പോൾ വളരെ അത്യാവശ്യം സമയമെടുത്തുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ നേട്ടം ആർജിച്ചെടുത്തതിന് പിന്നിലെ ആ ഒരു പ്രോസസ്സിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ ആ പ്രസംഗം വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്ന അല്ലെങ്കിൽ ശ്രവിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും ഇതിന് പിന്നിലെ പ്രയത്നത്തെ സംബന്ധിച്ച്. ഇവിടെ ജിജു സാറ് അത് വളരെ പ്ലാനിംഗ് ബോർഡ് അംഗം കൂടിയായിട്ടുള്ള ജിജു സാറ് വളരെ വ്യക്തമായി അതിനെ സംബന്ധിച്ച് വളരെ കാച്ചിക്കുറുക്കിയ വാക്കുകളിലൂടെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഇതൊരു വലിയ പ്രോസസ്സാണ് നിലവിൽ വന്നത്. ആ കേരളം അതിദരിദ്ര വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട ഈ നവംബർ 1 കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം അദ്ദേഹം പറഞ്ഞല്ലോ, അത് അദ്ദേഹം പ്രതിപാദിച്ചു. തട്ടിപ്പിലൂടെ കൊട്ടാരം പണിയുന്നവരെന്നാണ് അദ്ദേഹം പ്രസംഗിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇതിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, എത്രമാത്രം മ്ലേച്ഛമായിട്ടാണ്. അംഗീകരിക്കാനുള്ള മടി നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ തട്ടിപ്പിൻ്റെ കൊട്ടാരം പണിതവർ എന്ന് പറഞ്ഞത് ആരെയാണ്? ഇവിടെ കേരളത്തിൽ 40% വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഐക്യജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുമ്പോൾ അവരും വളരെ ആവേശത്തോടു കൂടി അവരുടെ പഞ്ചായത്തിൽ, മുനിസിപ്പാലിറ്റിയിൽ, കോർപ്പറേഷനിൽ, അതുപോലെ തന്നെ അവരുടെ ജനപ്രതിനിധികളായിരിക്കുന്ന ആളുകളുടെ വാർഡുകളിൽ ഈ അതിദരിദ്രരുണ്ടാവാൻ പാടില്ല, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ഇല്ലാത്ത ഒരാളും തലചായ്ക്കാൻ ഇടമില്ലാത്ത ഒരാളും മറ്റ് ക്ലേശഘടകങ്ങളും ഉപഘടകങ്ങളും അലട്ടാത്ത ഒരാൾ പോലും ഉണ്ടാവാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി കഠിന പ്രയത്നം നടത്തിയ ജനസേവകരായിട്ടുള്ള ജനപ്രതിനിധികൾ, അവർ ഏത് പാർട്ടിയെ വേണോ പ്രതിനിധീകരിച്ചോട്ടെ, അത് നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല. ഏത് പാർട്ടി വേണോ ആയിക്കോട്ടെ, അവർ പൊതുപ്രവർത്തകരാണ്. ആ പൊതുപ്രവർത്തകരെയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവെന്ന മഹനീയ സ്ഥാനം അലങ്കരിക്കുന്ന ബഹുമാന്യനായ ശ്രീ വി ഡി സതീശൻ ഇന്ന് തൻ്റെ വാക്കുകളിലൂടെ അപമാനിച്ചത്. ഞാൻ ഇവിടെ മറ്റൊരു കാര്യം പറഞ്ഞല്ലോ, ഇന്നിപ്പോൾ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആ യോഗത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഞാനും ജിജു സാറും അതിൽ പങ്കെടുത്തു. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ഇന്ന് സ്വാഗത പ്രസംഗത്തിൽ, വളരെ ചുരുക്കം സമയമാണ് അദ്ദേഹം സ്വാഗത പ്രസംഗം നടത്തിയത്. ആ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ വാചകം എന്ന് പറയുന്നത്, നമ്മൾ പിന്നിട്ടിരിക്കുന്നത് നാഴികക്കല്ലാണ്, നമുക്കിനി അടുക്കേണ്ടത് ഫിനിഷിംഗ് പോയിൻറ്റിലേക്കാണ്. ഫിനിഷിംഗ് പോയിൻ്റ് നമ്മൾ കടന്നിട്ടില്ല, നാഴികക്കല്ല് മാത്രമേ നമ്മൾ കടന്നിട്ടുള്ളൂ. അപ്പോൾ ആ ഫിനിഷിംഗ് പോയിൻറ്റിനെ സംബന്ധിച്ചാണ് ഇവിടെ തർക്കം. അതായത് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം സൂചിപ്പിച്ചതുപോലെ ദാരിദ്ര്യവും അതിദാരിദ്ര്യവും എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൂടാത്ത ആളുകൾ, അവർക്കിതൊന്നും അവരെ ബാധിക്കുന്നതല്ല. അവരെ സംബന്ധിച്ച്
ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ശീതീകരിച്ച മുറികളിൽ ഇരുന്നു കൊണ്ട് അവർക്ക് ഈ രൂപത്തിലുള്ള എന്ത് പ്രസ്താവനകൾ വേണമെങ്കിലും നടത്താൻ സാധിക്കും. അങ്ങനെയുള്ള ആളുകൾ തുടർച്ചയായി പറയുന്നതിന് കേരളം കൽപ്പിക്കുന്ന വില എന്ന് പറയുന്നത് വളരെ മ്ലേച്ഛമായിട്ടുള്ള ഒരു അംഗീകാരം മാത്രമേ അവർക്ക് നൽകുന്നുള്ളൂ എന്നുള്ളതാണ്. അതെന്താണ് പ്രശ്നം? ദാരിദ്ര്യം ആദ്യം എന്താണെന്ന് അറിയണം. അത് കഴിഞ്ഞ് വേണം അതിദാരിദ്ര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിദാരിദ്ര്യത്തിൽ കിടക്കുന്ന ആളുകൾ, ഒരു നേരം ആഹാരം കഴിക്കാനില്ലാത്തവർ, തലചായ്ക്കാൻ ഇടമില്ലാത്തവർ, രോഗാതുരരായി പലവിധ കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നവർ, പല രൂപത്തിലുള്ള സർട്ടിഫിക്കറ്റും കിട്ടാതെ തങ്ങളുടെ കിടപ്പാടം പോലും സ്വന്തമായില്ലാത്തവർ, ഇത്തരത്തിലുള്ള പല ക്ലേശഘടകങ്ങളും, ഞാൻ പരിമിതമായ സമയമായതുകൊണ്ടാണ് അതിൻ്റെ ഡീറ്റെയിലോട്ട് പോകാത്തത്, പല ക്ലേശഘടകങ്ങളും ഉപക്ലേശഘടകങ്ങളും അനുഭവിക്കുന്ന ജനവിഭാഗത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥരാൽ, വോളണ്ടിയർമാരാൽ തരംതിരിച്ചു. ആ തരംതിരിച്ച് അവർക്ക് കൃത്യമായ സേവനം ലഭ്യമാക്കി. ഇപ്പോൾ എന്താണ്, ഭൂതക്കണ്ണാടി വെച്ച് നിരീക്ഷണ ബുദ്ധിയോടുകൂടി കണ്ടെത്തുകയാണ് ആരെങ്കിലും ഇനി കേരളത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടോ. ഇനി കേരളം ഒരു 5-10 വർഷം എടുത്തുകൊണ്ട് ദാരിദ്ര്യ വിമുക്ത എന്നുള്ളത് നമുക്ക് വിടാം, ദാരിദ്ര്യ വിമുക്ത സംസ്ഥാനം എന്നതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഇവർ കണ്ടെത്തുന്ന അടുത്ത വാചകം സാമ്പത്തികമായി ഉന്നമനത്തിലില്ലാത്ത കുടുംബങ്ങളെ ചൂണ്ടിക്കാണിച്ചായിരിക്കും ഈ ദാരിദ്ര്യത്തെ ഇവർ വെല്ലുവിളിക്കാൻ വേണ്ടി പോകുന്നത്. ഇവരേത് ലോകത്താണ് ജീവിക്കുന്നത്? ഇവരെന്ത് കാഴ്ചപ്പാടാണ്, ഏത് രൂപത്തിലുള്ള കാഴ്ചപ്പാടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത്?